വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മത്തി ഉലർത്തിയെടുത്താലോ അതിനുവേണ്ടി കുറച്ച് മത്തി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, നല്ല മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിനിടയ്ക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വാഴയില അവിടെ ഇവിടെയായി ഹോളിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മത്തി നിരത്തി കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മീതെ ഒരു വാഴയിലയും കൂടി വെച്ച് മൂടി കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റീൽ മൂടി വെച്ച് ഇതൊന്ന് മൂടി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള തക്കാളിയും കുറച്ച് ഉലുവ പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇല മീതെ വെച്ച് ഒന്ന് അടച്ച് കൊടുത്തിട്ട് സ്റ്റീൽ മൂടി വെച്ച് വീണ്ടും 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഉലർത്തിയുടെ റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.